ഇതാണ് അക്ഷയന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇത് ഒരു ഇടുങ്ങിയൊരു വഴിയാണ്. ഇവിടുന്നൊരു 100 മീറ്ററോളം നടക്കാണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ഇടുങ്ങിയ റോഡാണ്. ഒരു വണ്ടിയോ ഒരു പാദം വെച്ച് പോകാത്രേ ഉള്ളൂ. ഈ കൊച്ചിനെ കൊണ്ടൊക്കെ ഒരു വണ്ടി മേടിച്ചാലോ അല്ല ഓട്ടോ വിളിച്ചാലോ റോഡ് വരെ നടക്കണമെങ്കിൽ വലിഞ്ഞു വേണം. ഇതാണ് അക്ഷയ്. ഇതാണ് അക്ഷയിൻ്റെ അവസ്ഥ. അക്ഷയ് നടന്നു വരുന്നവരിപ്പോൾ ഇതെല്ലാവർക്കും എല്ലാവരും കാണുന്നത്. ഇവിടെ കേട്ടോ ഇവിടെ ഒന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഒരാള് ലീന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി നമുക്ക് കുറച്ച് അരിയും പച്ചക്കറിയും തന്നു. അപ്പം എന്തായാലും ഞാനിങ്ങനെ എനിക്ക് പലപ്പോഴും ഞാൻ ചോദിച്ച് മേടിച്ച് കൊടുക്കാറുണ്ട്. അരിയൊക്കെ ആണെങ്കിൽ ഞാൻ കാമം ചെയ്യാൻ പോകുന്ന വീടുകളിലൊക്കെ ഞാൻ ചോദിക്കും, പാവപ്പെട്ട ആൾക്കാർക്ക് അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗശൂന്യമായ വസ്ത്രമൊക്കെ ഉണ്ടോ, അതുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയാം. എപ്പോഴും ഞാൻ ഇന്നലെ തന്നെ ഇങ്ങനെ ഒരാളെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നായിക്കോട്ടെ, ഞാൻ അരി മേടിച്ചു, പച്ചക്കറി മേടിച്ചു. അങ്ങനെ അവർ 2000 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നു. ആ 2000 രൂപ കൊണ്ട് ഞാൻ അരിയും സാധനവും മേടിച്ചു. അത് അക്ഷയ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നിപ്പോൾ അക്ഷയൻ്റെ എത്തിയത്. അപ്പോൾ എല്ലാവരും ഇത് എന്താ പറയുക, ഒരു നടവഴിയാണ്. അത് ഒരു എന്താ പറയുക, ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. അത്ര റിസ്കിലാണ് ഈ കുട്ടീനെ വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഒരു 10 സെന്റ് സ്ഥലം അല്ല 5 സെന്റ് ആയാലും മതി ഒരു പെരയും വേണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അക്കൗണ്ട് എടുത്തോ? അക്കൗണ്ട് നമ്പർ ഇല്ല, ബാങ്കിൽ കൊടുത്തിട്ടുള്ളൂ. ഒരു കോട്ടയത്തെ കൊണ്ടായിരുന്നു. എത്രയായി? ചേട്ടന് വന്നിട്ട് എത്രയായി? 8 വർഷം. ചേട്ടന് 8 വർഷം എവിടെയുണ്ട്. ഇവർ വന്നിട്ട് 1 വർഷമായെന്ന് പറയണേ. ഒരവസ്ഥ കാരണമാണ് ഇങ്ങോട്ട് വരാത്തത്. അപ്പം അവിടെ റോഡ് സൈഡിലേക്കെങ്കിലും ആരെങ്കിലും കനിവ് കാണിച്ചു വിട്ട് ഒരു അപേക്ഷയാണ്. ആരെങ്കിലും കനിവ് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ അക്ഷയനെ വീക്ഷിക്കുന്ന അക്ഷയന്റെ കാലിന് 2 അവസ്ഥയാണ് വന്നത്. ഈ 2 വടിയാണ്. ഇപ്പോൾ വീഡിയോ കാണിച്ച് മറ്റു വടി കാണിച്ച് ഇതിന്റെ ഒരെണ്ണം ഇതുള്ളൂ. ഇത് പൊട്ടിപ്പോയെന്ന് വെച്ചാല് ഇത് പൊട്ടിപ്പോയിട്ട് ഇവിടെ തഴമ്പ് വന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മക്കള് ഇല്ല, എല്ലാവർക്കും മക്കളുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. എല്ലാവർക്കും മക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ജീവിച്ച് മുന്നോട്ട് പോകാൻ. ഇവിടെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായുള്ളവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സഹായ സഹകരണങ്ങൾ എത്തിക്കണം. അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഫോൺ നമ്പറും ഒക്കെ തരുന്നതായിരിക്കും. അവർ ബാങ്കിൽ തിങ്കളാഴ്ച കൊടുക്കാമെന്നാണ് പറഞ്ഞത്. സ്കൂളിലെന്തോ പോയിട്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണം, ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് ബാങ്കായിരുന്നു? ഗ്രാമീൺ വാഗേരി ഗ്രാമീണ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്ത് ഈ അക്ഷയനെ ഒന്ന് കരകയറ്റി കൊണ്ടുവരണം. അക്ഷയ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിരുന്നു, നല്ല പഠിക്കാനും വരയ്ക്കാനും എല്ലാ കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ 30-ൽ 30 മാർക്ക് മേടിച്ചു എന്നാണ് ടീച്ചർമാരൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് ചുരുങ്ങിയ സമയമുള്ളൂ. ഞാൻ രാവിലെ തൊട്ട് ഓരോ വർക്കിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാനിങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് സാമ്പത്തിക സ്രോതസ്സോ ഒരു 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചോദിച്ച് മേടിച്ച് കൊടുക്കാനേ എന്നെക്കൊണ്ട് സാധിക്കുള്ളൂ.
അപ്പം എല്ലാവരും അക്ഷയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.